കശുവണ്ടി വിളയിച്ചും തൊട്ടാവാഴി നട്ടും മരുഭൂമിയിലെ കൃഷിക്ക് പുതിയ മുഖം സമ്മാനിക്കുകയാണ് ഒരു മലയാളി. അൽ ഐനിലെ മലപ്പുറം സ്വദേശി അബു മഹ്മൂദിന്റേതാണ് ഈ പരീക്ഷണം. മരുഭൂമിയിൽ വിളയാത്തതായി ഒന്നുമില്ലെന്ന് തെളിയിക്കുന്നതാണ് ഉസ്താദ് അബു മഹ്മൂദിന്റെ അൽ ഐനിലെ കൃഷിയിടം. ദിനേന കശുവണ്ടിപ്പരിപ്പ് കഴിക്കുമെങ്കിലും UAE-യിലെ അറബികൾ ആദ്യമായി കശുമാവ് പരിചയപ്പെട്ടതും ഇദ്ദേഹത്തിലൂടെയായിരുന്നു. നാട്ടിലെ കർഷക പാരമ്പര്യം തന്നെ മരുഭൂമിയിലും ഒരു കൈനോക്കാൻ പ്രേരിപ്പിക്കുകയായിരുന്നു. മലപ്പുറം ചേകന്നൂർ സ്വദേശിയായ ഉസ്താദ് അൽ ഐനിലെ ഒരു സ്വകാര്യ പള്ളിയിൽ ഇമാമായി സേവനം ചെയ്യുകയാണെങ്കിലും മിക്ക സമയവും തൊട്ടടുത്ത തൊടിയിലെ തന്റെ കൃഷിയിൽ വ്യാപൃതനായിരിക്കും. കശുമാവിന് പുറമെ ഞാവൽപ്പഴം, മുരിങ്ങ, മുളക്, വാഴ, കറിവേപ്പില, മല്ലിച്ചപ്പ്, പുതിന, കപ്പ, മഞ്ഞൾ ഇങ്ങനെ നീളുന്നു കൃഷിയിനത്തിലെ പട്ടിക. തുടക്കം ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവിടെ വിജനമായ സ്ഥലമായിരുന്നു, ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് പച്ചപ്പിനോടും മരങ്ങളോടൊക്കെ പൊതുവെ വളരെ ഇഷ്ടമാണ്. പ്രധാനമായിട്ട് ഇവിടെ ഏറ്റവും പ്രാധാന്യത്തോടുള്ളത് കശുവണ്ടിയാണ്. പിന്നെ മിക്ക സാധനങ്ങളുണ്ട്. കുടുംബത്തോടൊപ്പം അൽ ഐനിൽ താമസിക്കുന്ന അബു മഹ്മൂദിന്റെ മക്കൾക്കും അവിടെ എത്തുന്ന സന്ദർശകർക്കും കൃഷിയുടെ പ്രാധാന്യവും ഓരോന്നിൻ്റെയും പ്രത്യേകതയും അദ്ദേഹം വിവരിച്ചു കൊടുക്കും. നിറയെ തക്കാളിയും വെണ്ടയ്ക്കയും നേരത്തെ നന്നായി ഇവിടെ വിളഞ്ഞിരുന്നു. ചൂട് കൂടിയതോടെ ചിലതൊക്കെ മാറ്റിവെച്ചിരിക്കുകയാണിപ്പോൾ. മരുഭൂമിയിൽ പരിചിതമല്ലാത്ത തൊട്ടാവാടി വളർന്നതോടെ അറബികൾക്ക് കൗതുകമായി. തന്റെ തൊടിയിൽ കൃഷിയിടത്തെ തളച്ചിടാതെ മറ്റുള്ളവർക്കും പ്രചോദനമാവും വിധത്തിൽ കൃഷിക്കുള്ള നിർദ്ദേശവും ചിലയിനം വിത്തുകളും ഇദ്ദേഹം നൽകിയിരുന്നു. മരുഭൂമി വരണ്ടുണങ്ങിയതാണെങ്കിലും വേണമെങ്കിൽ ചക്ക വേരിലും കഴിക്കുമെന്ന് തെളിയിക്കുകയാണ് അബു മഹ്മൂദിന്റെ ഈ കൃഷിയിടം. ഹാരിസ് അരിക്കുളം, മീഡിയ 1, ദുബായ്.